400 മാർക്ക് കിട്ടുമ്പോൾ 300 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ CMC. എത്ര മണിക്കൂർ ഡെയിലി പഠിക്കുമായിരുന്നു? ഇവിടുത്തെ ഷെഡ്യൂൾ വരെ 12 പക്ഷെ ഞാൻ 14-15 ഇനീഷ്യലുണ്ടാവും. ലാസ്റ്റൊക്കെ ആകുമ്പോൾ കൂട്ടും. പക്ഷെ ലാസ്റ്റൊക്കെ ഞാൻ കുറച്ച് മറ്റ് ലാസ്റ്റൊക്കെ കുറക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനീഷ്യലി തുടക്കത്തിൽ ഒരു അൺബാലൻസ്ഡ് ആയിരുന്നു. പക്ഷേ അല്ലേ എന്നെ സംബന്ധിച്ച് ഇനീഷ്യൽ നന്നായിട്ട് പഠിച്ചു. അതായത് ഈ ഫസ്റ്റത്തെ 5-6 എല്ലാവരും പറയും ലാസ്റ്റ് നന്നായിട്ട് പഠിക്കണം. എന്നെ സംബന്ധിച്ച് ഫസ്റ്റത്തെ 5-6 മാസം ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഇപ്പം എന്തോ പഠിച്ചു വെക്കണം. അതാണ് നമ്മൾ അവസാനം റിവൈസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഫസ്റ്റത്തെ 5-6 മാസം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എന്താണോ ഇപ്പൊ സെറ്റാക്കി വെക്കണേ അതാണ് ലാസ്റ്റ് നമ്മൾ ഉറങ്ങുക വെച്ചാൽ ഇനീഷ്യൽ ഉണ്ടായില്ല. പക്ഷെ അവസാനത്തിൽ എല്ലാവരും ഉള്ളിലെത്തിയപ്പോഴാണ് ഡൗൺ ആയത്. നിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ ഫിസിക്സ് ഇപ്പോഴും നീറ്റ് 2025 പല ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഞാൻ 15 ഫിസിക്സ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഏത് ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. വായിച്ചു പോലും നോക്കിയിട്ടില്ല. ചില ക്വസ്റ്റ്യൻ വായിച്ചു നോക്കില്ല, ചില വായിച്ചു നോക്കില്ല. പിന്നെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് വെച്ച ടൈം കിട്ടിയില്ല. എങ്ങനെയാണ് അപ്പോൾ നീ ഒപ്പിച്ചത്? അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റം കഴിച്ചത് ആദ്യം 1/2 മണിക്കൂർ ഞാൻ അവസാനത്തേക്ക് എത്തിയോട്ടോ. പല മെത്തേഡും അപ്ലൈ ഉണ്ട്. ആദ്യം ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, ആദ്യം ഫിസിക്സ് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എത്തിയത് ആദ്യം ബയോളജി 1/2 മണിക്കൂർ ചെയ്യും, പിന്നെ ഫിസിക്സ് 1/2 മണിക്കൂർ ചെയ്യും, പിന്നെ കെമിസ്ട്രി 1/2 മണിക്കൂർ ചെയ്യും. ഇപ്പം നമുക്ക് മനസ്സിലാവും ഏതാ ടഫാൻ പോകുന്നത്. ഇപ്പോൾ ഈ സാധനം ആദ്യം ബയോളജി ചെയ്ത് പിന്നെ ഫിസിക്സ് 1/2 മണിക്കൂർ ചെയ്തപ്പോൾ മനസ്സിലായി ഈ നീറ്റിൽ ഫിസിക്സ് ടഫാൻ പോകുന്നത്. ഈ 1/2 മണിക്കൂർ കൊണ്ട് 10-12 ഈസി ക്വസ്റ്റൻസ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയ ടൈം ഞാൻ ബയോളജി, കെമിസ്ട്രി, മാത്സും ഫോക്കസ് ചെയ്തു. ബയോളജി നീറ്റ് സ്ട്രോങ് ആയിരുന്നു. 3 ബയോളജി തെറ്റിയുള്ളത്. ബയോളജി മിക്കവർക്കും ഒരു 5 തെറ്റിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് 3 തെറ്റി. ബയോളജി പിടിച്ചു. ബയോളജിന്റെ ഞാൻ കഴിഞ്ഞ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവസാനം ബയോളജി പാടം നോക്കി പോകുന്ന സാധനം ഉണ്ടാവില്ല. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ 2 ബയോളജി മൊത്തം അവസാനം ആഴ്ച 2 ബയോളജി മൊത്തം വായിച്ചിട്ടാ പോയി. അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കഴിഞ്ഞ നീറ്റിച്ചത് പറ്റിയില്ല. ബയോളജി ഒന്ന് ഫുള്ള് നല്ല വൃത്തിക്ക് റിവൈസ് ചെയ്ത് ഭയങ്കര. ഫ്യൂച്ചർ ആസ്പിറൻസിന് നീ എന്താ മെസ്സേജ് കൊടുക്കുക? എങ്ങനെ ടഫായ പേപ്പറൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യും, എങ്ങനെ പഠിച്ചു തുടങ്ങണം? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ ആദ്യം എത്ര വലിയ ക്വസ്റ്റ്യൻ കണ്ടാലും പാടെ സ്കിപ്പ് ചെയ്യും. അതിൻ്റെ നീറ്റ് ലെവൽ വരെയുള്ള സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് മാത്രം എന്താ പറയുക വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും അതിന് നീറ്റ് ലെവൽ വരെയുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. അതാണ് എൻ്റെ ഈ നീറ്റ് ഭയങ്കര സഹായിച്ചത്. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബേസിക് ക്ലിയർ ആണ്. അപ്പോൾ തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനെ ത്രൂ ഔട്ട് കൊണ്ടുപോകാം. പിന്നെ ബയോളജി ഒരിക്കലും പുച്ഛിക്കേണ്ടത്. എല്ലാ ദിവസവും ബയോളജി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തുള്ള ഞാൻ ഇപ്രാവശ്യം CMC ഉണ്ടാവും. അത്ര ആഗ്രഹിച്ചു CMC കിട്ടുന്നത്. നമ്മൾ 400 മാർക്ക് കിട്ടുമ്പോൾ 300 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ CMC ആണ്. എല്ലാവരും ചിന്തിക്കുക എന്താ ഇന്ത്യയിലെ എവിടെയെങ്കിലും അപ്പോഴും ഞാൻ CMC ആഗ്രഹിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം CMC ഉണ്ടാവും വിചാരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. CMC ആണ്.